everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആക്ടിവിറ്റി 2 ആണ്. നെയിംസ് ആൻഡ് നെയിംസിലെ 6th സ്റ്റാൻഡേർഡ് ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാൻ വൈകിപ്പിക്കുന്നില്ല. സോ ഇവിടെ ഒരു ഇമെയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമെയിലാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത് വായിക്കാം. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹെർ ഫ്രണ്ട് ആൻഡ് ഓൺടോയിനേറ്റ്. ആൻറ്റോയിനേറ്റ് എന്ന് ഞാൻ വായിക്കുള്ളൂ, നിങ്ങൾ വായിക്കുമ്പോൾ ഓൺടോയിനേറ്റ് എന്ന് വായിക്കണം. ഓക്കെ, ഫ്രം ആൻഡ് നമ്മൾ ആദ്യമേ ഫ്രം എഴുതണം. ഞാൻ ഇമെയിൽ എഴുതുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രം ആദ്യമേ എഴുതണം. antoinette12@mail.com. mail.com അല്ല, gmail.com എന്നാണ്. അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കണം. 2 kuñichirudha@gmail.com. നെക്സ്റ്റ് നോക്കുക. ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മാർസെല്ലീസ് അങ്ങനെ എന്തോ ഒരു സ്ഥലം. ഓക്കെ, അപ്പം എന്താണ് ഹായ് കുഞ്ഞിച്ചിരുത, പ്രിയപ്പെട്ട കുഞ്ഞിച്ചിരുതയ്ക്ക് ഞാൻ ഞാൻ വിചാരിക്കുന്നു നീ എന്താണ് അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നീ അവിടെ സന്തോഷമായിട്ട് നല്ല എൻജോയബിൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ എൻ്റെ സ്ഥലമായ മാർസെല്ലീസിലാണെന്ന് പറയാണ്. The weather here is lovely and I went paddle boarding with my friends. ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വെതറാണ്. വെതർ മീൻസ് ക്ലൈമറ്റ്, കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പാഡിൽ ബോർഡിങ് എന്ന് വെച്ചാൽ ഐസ് സ്കേറ്റിംഗ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഇവിടെ തന്നിട്ടുണ്ട് ഉണ്ടോ. അപ്പം ഒരു ഗെയിമിന് പോയി, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ്. ഞാൻ അവിടെ ഒരുപാട് പ്രാവശ്യം നിന്നു. ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിരുന്നു എന്ന് പറയാണ്. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് അതിൻ്റെ ഇവിടെ കൊടുത്തേക്കാം. അതാണ് ഇവിടെ കാണുന്ന ഫോട്ടോസ്. ഓക്കെ, അതാണ്. ഹൗസ് കേരള, ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. നീ കേരളത്തിൽ എങ്ങനെയാണ്, കൊള്ളാവോ? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. പിന്നീട് ഞാൻ ഒരുപാട് ആകാംക്ഷയുണ്ട് എനിക്ക് നിൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എന്ന് പറയാണ്. സേ ഹായ് ടു യുവർ മോം ഫോർ മീ. എൻ്റെ ഒരു അന്വേഷണം നിൻ്റെ അമ്മയോട് പറഞ്ഞേക്ക്. ടേക്ക് കെയർ, ലവ്, ബൈ ആൻറ്റോയിനേറ്റ്. അതായത് നീ നല്ല സുരക്ഷിതമായിട്ടിരിക്കും. ബൈ, സ്നേഹത്തോടെ നിന്റെ സ്വന്തം ആൻറ്റോയിനേറ്റ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ ഇമെയിൽ. ഇമെയിൽ എന്നാണ് ഇവിടെ, മെയിൽ എന്ന് ഇട്ടിട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. സോ കുഞ്ഞിശ്രീതയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവൾ പെട്ടെന്ന് തന്നെ ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ്. അതിന് നിങ്ങളും കൂടെ സഹായിക്കണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇമെയിൽ തയ്യാറാക്കാം. ഫ്രം ആരാണ്? കുഞ്ഞിശ്രീത 123@gmail.com. ഇനി ടു ആർക്കാണ്? antoinette12@gmail.com. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ പറയാണ്, ഡിയർ ആൻറ്റോയിനേറ്റ്, പ്രിയപ്പെട്ട ആൻറ്റോയിനേറ്റിന് ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെസ്സേജ്. യുവർ മെയിൽ. നിൻ്റെ മെയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. അതായത് നിന്നിൽ നിന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാണ്. അതുപോലെ തന്നെ ഹിയർ ഇൻ കേരള ഇറ്റ്സ് റെയിനിങ് ഹെവിലി. ഇവിടെ കേരളത്തിൽ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. Now me and my cousins main hobby is to go for fishing. എൻ്റെ കസിൻസിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അറ്റ് ദ നിയർ ബൈ റിവർ. അടുത്തുള്ള പുഴയിൽ നിന്നിട്ടും ഒരു ഫിഷിംഗ് ആണ്, മീൻ പിടിക്കുക. അത് തന്നെ. ഇറ്റ്സ് റിയലി വെരി ഫൺ. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഐ വിഷ് യു വെയർ ഹിയർ ടു എക്സ്പ്ലോർ ദിസ് വിത്ത് മീ. ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ ഇതൊക്കെ കാണാനും എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഹോപ്പ് വി ക്യാൻ മേക്ക് സൂൺ. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം. റിഗാർഡ് മൈ വിഷസ് ആൻഡ് ലവ് ഫോർ യുവർ ഫാമിലി വിത്ത് ലവ് കുഞ്ഞിച്ചിരുത.
പറയാണ് നിന്നോട് അതായത് നിന്റെ ഫാമിലിക്ക് എൻ്റെ അന്വേഷണം പറഞ്ഞേക്ക്, നന്നായിട്ട് സുരക്ഷിതമായിട്ടിരിക്കുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്നേഹത്തോടെ കുഞ്ഞിച്ചിരുക. ഓക്കെ, ഇനി നമ്മൾ So next activity 3 നോക്കുക. In fact, nearly half the students belonged to immigrant families. They were students from Canada, Mexico, Italy, and the UAE, Egypt, and China. Consider was the only Indian. അതായത് ഇവിടെ ഒരുപാട് കുറേ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇല്ലേ ആ സ്കൂളിൽ. കാനഡ, മെക്സിക്കോ, ഇറ്റലി, UAE, ഈജിപ്റ്റ്, ചൈന, അതുപോലെ തന്നെ അങ്ങനെ കുഞ്ഞിശ്രീ മാത്രമല്ല ഇന്ത്യൻ ആയിട്ടുള്ളൂ. അപ്പോൾ ദ ടേം ഇന്ത്യൻ ഡിനോട്ട് സം ഫോർ ഇന്ത്യ. എന്താണ്? സോ ഇവിടെ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ഇന്ത്യൻസ് എന്ന് പറയും. ഹിയർസ് എ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഫോർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പല ഒരു അവരെ അറിയാൻ വേണ്ടിയുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ലിസ്റ്റാണ്. കനേഡിയൻ പീപ്പിൾസ് എന്ന് കേട്ടിട്ടില്ലേ? അവള് കനേഡിയൻ ആണ് എന്ന് നമ്മളിങ്ങനെ പറയത്തില്ലേ, കനേഡിയൻ. അതുപോലെ തന്നെ ചൈനീസ്, ഈജിപ്ഷ്യൻ, അതുപോലെ ജാപ്പനീസ്, മെക്സിക്കൻ. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഫ്രാൻസിനെ ഫ്രഞ്ച് എന്നാണ് പറയുന്നത്. അവർ ഫ്രഞ്ചുകാരാണ് എന്ന് നമ്മൾ പറയൂലേ, ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ പോലെ. ഫ്രാൻസിലെ പീപ്പിളിനെ ഡിനോട്ട്സ് ചെയ്യുന്ന വേർഡാണ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. ഫ്രഞ്ചുകാർ കണ്ടുപിടിച്ച ഒരു തരത്തിലുള്ള ഫ്രൈസ് ആവാം ഫ്രഞ്ച് ഫ്രൈസ്. അതുകൊണ്ടായിരിക്കണം അതിന് ഫ്രഞ്ച് ഫ്രൈസ് എന്ന പേര് വന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിന് എന്താ പറയാ? ഫ്രഞ്ച്. അതുപോലെ സ്പെയിനിന് എന്താണ്? സ്പാനിഷ് എന്നാ പറയാ. അവിടെ സ്പാനിഷ് ആയിരുന്നു അല്ലേ? ചുമ്മാതല്ല, സ്ലാങ്ങിനൊക്കെ ഒരു മാറ്റം എന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, സ്പാനിഷ് ആയിരുന്നു. അപ്പം സ്പാനിഷ്. ഇനി ജർമ്മനി എന്താണ്? ജർമ്മൻ എന്നാണ് പറയല്. ജർമ്മൻ ഷെപ്പേർഡ് എന്നൊക്കെ കേട്ടില്ലേ? ഒരു പട്ടിയുടെ പേരാണെന്ന് തോന്നുന്നു, ജർമ്മൻ ഷെപ്പേർഡ്. അതന്നെ, ഒരു പട്ടിയുടെ പേരാണ് കേട്ടോ, ഒരു ഏനം നായയുടെ പേരാണത്. സോ ഓക്കെ, അത് കടി ആ ഒരു ഭാഗം എടുത്തോണ്ടേ അത് പോവുള്ളൂ. അങ്ങനത്തേക്ക് ഒരു പട്ടിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. സോ അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള ആൾക്കാരെ ജർമ്മൻസ് എന്നതാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മളെ അടുത്ത് കുറച്ച് തന്നിക്കാണ്. UAE എന്താ പറയാ? അറബികൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെയാണ് ഒരുപാട് അറബികൾ ഉള്ളത്. എന്താണ് കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാനിപ്പോൾ പറയുന്നത്. UAE അതായത് അറബുകളെയാണ് നമ്മൾ ഈ ഒരു UAEയിലുള്ള പീപ്പിൾസിനെയാണ് നമ്മൾ അറബികൾ, അതായത് UAEയിൽ തന്നെ ജനിച്ച് വളർന്ന അങ്ങനെയുള്ള ആളുകൾ കേട്ടോ. സോ ഓക്കെ, അപ്പം അങ്ങനെ അല്ലാതെ ഇവിടെ നിന്ന് പോയി UAEയിൽ സെറ്റിലായ UAE അറബുകളെന്ന് പറയത്തില്ല, ഇന്ത്യൻസ് അത് തന്നെയാണ് നമ്മളെ പേര്. ഓക്കെ, അയർലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിഷുകാരാണ് അവർ എന്ന് നമ്മൾ പറയും. അയർലൻഡിലെ പീപ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഐറിഷ്. സ്കോട്ട്ലാൻഡിൽ വിളിക്കുന്നതാണ് സ്കോട്ടിഷ്. ഓക്കെ, സ്കോട്ടിഷ്. ഇനി USA-ക്കാരെ വിളിക്കുന്നതാണ് അമേരിക്കൻസ്. അമേരിക്കക്കാരായിരുന്നു അവള്, അമേരിക്കയിൽ പോയി അങ്ങനെയൊക്കെ. ഓക്കെ, ഇനി ബ്രിട്ടൻകാരെയാണ് ബ്രിട്ടീഷ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ബ്രിട്ടീഷ്. ഓക്കെ, ബംഗ്ലാദേശുകാരെ നമ്മൾ ബംഗാളീസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. ബൈ.